ബീഹാറിലെ തോൽവിക്ക് പിന്നാലെ ഇന്ത്യ സഖ്യത്തിൽ അതൃപ്തി പുകയുന്നു. ഇന്ത്യ സഖ്യത്തിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇതിനിടെ ഗവർണറെ കണ്ട് നിതീഷ് കുമാർ നാളെ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. ബീഹാറിൽ മഹാസഖ്യത്തിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ ഇന്ത്യ സഖ്യത്തിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യം ശക്തം. സമാജ്വാദ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇന്ത്യ സഖ്യത്തെ നയിക്കണമെന്ന് SP MLA രവിദാസ് മെഹ്റോത്ര പറഞ്ഞു. പ്രചാരണത്തിലുൾപ്പെടെ സഖ്യത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം കുറ്റപ്പെടുത്തി. അതേസമയം കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ തങ്ങളുടെ ആഭ്യന്തര കാര്യമാണെന്നും താൻ തന്നെ പരിഹരിക്കുമെന്നും RJD നേതാവ് ലാലു പ്രസാദ് യാദവ് പ്രതികരിച്ചു. NDAയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഗവർണറെ കണ്ട് നിതീഷ് കുമാർ നാളെ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. വ്യാഴാഴ്ച സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് പട്നയിൽ നടക്കുന്നത്. 2 ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങളിൽ ഒന്ന് LJPക്ക് നൽകാനാണ് സാധ്യത. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.